വായനാ ദിന ക്യൂസ് പാർട്ട് 2. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആറാമത്തെ മലയാളി. ഉത്തരം ഡോക്ടർ എം ലീലാവതി. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആര്? ഉത്തരം MK മേനോൻ. ഇന്ത്യയിൽ സാഹിത്യമേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠം. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം തുഞ്ചത്തെഴുത്തച്ഛൻ. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വള്ളത്തോൾ. രാത്രിമഴ എന്ന കവിത രചിച്ചത് ആര്? ഉത്തരം സുഗതകുമാരി. കുറ്റിപ്പെൻസിൽ ആരുടെ കൃതിയാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആര്? ഉത്തരം മഹാത്മാഗാന്ധി. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതി ആരുടേതാണ്? ഉത്തരം SK പൊറ്റക്കാട്. ഓർമ്മയുടെ തീരങ്ങളിൽ എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. PN പണിക്കരുടെ ജന്മസ്ഥലം ഏത്? ഉത്തരം നീലംപേരൂർ, ആലപ്പുഴ. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തുഞ്ചൻ പറമ്പ്, മലപ്പുറം. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ഉത്തരം ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം? ഉത്തരം സാഹിത്യലോകം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ? ഉത്തരം NS മാധവൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ? SK വസന്തൻ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരി? ഉത്തരം P വത്സല. 43ാമത് വയലാർ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്ക്? ഉത്തരം ശ്രീകുമാരൻ തമ്പി.